സീക്രട്ട് ഏജന്റും ദിയ കൃഷ്ണയും തമ്മിലുള്ള ഇഷ്യൂസ് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരമായ സിജോയുടെ വെഡിങ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് നോറ, ബിഗ് ബോസ് താരം തന്നെയായ അത് സിജോയുടെ സുഹൃത്തായ നോറ വന്നിട്ട് ആ ഫംഗ്ഷന് ഇടയിൽ വന്നിട്ട് കേക്ക് വാരിയിട്ട് സിജോയുടെ മുഖത്ത് തേക്കും. ആകെ അലമ്പ് പരിപാടിയാകെ അട്ടിയെന്ന് പറയാതിരിക്കും വയ്യ. അപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അപ്പോൾ വൈറലായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ചെയ്ത് ശരിയായില്ലെന്നുള്ള കമന്റുകളൊക്കെ വന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണ പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡിനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അയാളെ പിറ്റേ ദിവസം കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്നാണ്. അത് അങ്ങനെ പറയുമ്പോൾ അയാൾ ഇല്ലാതാക്കും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെയാണ് ദിയാകൃഷ്ണ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സീക്രട്ട് ഏജന്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിയാകൃഷ്ണയുടെ എന്തൊരു പരാമർശമാണ്, അത് ശരിയായ രീതിയല്ല, ഒരാളെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലേക്ക് ആ രീതിയിൽ അവർ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണേലും ദിയ കൃഷ്ണയ്ക്ക് പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, ഈ അടുത്തിടെയായിട്ട് ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ദിയ കൃഷ്ണയ്ക്ക് ഓൺലൈൻ ഷോപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഫാമിലീസ് പലപ്പോഴും എന്തെങ്കിലും വിവാദങ്ങളൊക്കെ പെടുമ്പോഴൊക്കെ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യാറുമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദിയയ്ക്ക് പിടിക്കുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണല്ലോ. അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിജോയുടെ ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോൾ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് വൈഫിനൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടായി. ഈ സമയത്ത് ഒരാൾ വന്നിട്ട്, ഒരു നല്ല മോൻ വന്നിട്ട് വല്ല മോശം രീതിയിൽ അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്തു, കുള്ളൻ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ക ബോഡി ഷെയ്മിങ് ആണെന്ന് നമുക്കറിയാലോ. എന്തൊക്കെ സംഭവമാണെങ്കിൽ അത് പക്ക ബോഡി ഷെയ്മിങ് തന്നെ. അപ്പൊ ഇതിന് വന്നിട്ട് ചിരിക്കുന്ന സ്മൈലി നമ്മുടെ ദിയാകൃഷ്ണ ചെയ്തു. അത് ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും അത് ശരിയാവില്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണ ചെയ്ത ഈ പ്രവൃത്തിയെ പറ്റിയാണ് ഇപ്പോൾ സ്നേഹ പറഞ്ഞിരിക്കുന്നത്. അതായത് സീക്രട്ട് ഏജന്റ് വൈഫ് പറഞ്ഞിരിക്കുകയാണ്, ഒരാള് വലിയ സംഭവമാണ് എന്നൊക്കെ വലിയ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പക്ഷെ അയാളുടെ പ്രവൃത്തിയിലും കൂടെ അത് വേണമല്ലോ. അപ്പൊ വ്യക്തിവൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത് എന്നുള്ളതാണ്. അതായത് പറയുന്ന വലിയ സംഭവമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുകയും എന്ന പ്രവൃത്തികളിൽ ഇത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സംഭവം തന്നെയാണിത്. അപ്പോൾ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യണത്, എത്ര ശത്രുക്കളാണെന്ന് പറഞ്ഞാലും ശരി, ദേഷ്യം ഉണ്ടെങ്കിലും ശരി, അത് ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്നേഹ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യണത് എത്രത്തോളം മാനസിക ഇത് കയറിയിട്ടാണ് അയാൾ അത് ചെയ്യണത് എന്നാണ് ഇപ്പൊ സ്നേഹ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീക്രട്ട് ഏജന്റ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഈ സീക്രട്ട് ഏജന്റിനെ ബോഡിയോ അല്ലെങ്കിൽ ബോഡി ഷേപ്പോ വെയിറ്റോ ഒന്നും നോക്കിയിട്ടല്ല ഇവർ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിക്കുന്ന സമയത്ത് 120 kg എന്നെ വെയിറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് സ്നേഹ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഹൈറ്റോ വെയിറ്റോ ഒന്നും നോക്കിയിട്ടല്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അത് മാത്രമല്ല, അവര് ദീക്കിട്ട് കൊള്ളുന്ന രീതിയിലൊരു വർത്താനം പറഞ്ഞത് അവരൊരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ദിയക്കിട്ട് ഒന്ന് കൊടുത്തതുപോലെ ഉണ്ട്. കാരണം ദിയ പല കാമുകന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള ഭർത്താവേക്കുന്ന അശ്വിൻ മുമ്പുണ്ടായിരുന്ന കാമുകന്റെ സുഹൃത്തായിരുന്നു. പക്ഷെ ദിയ ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് പല കാമുകന്മാരും ദിയേനെ ചതിച്ചു പോയി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മള് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു സംഭവം ഒന്നും പ്രവർത്തനത്തിൽ വേറൊരു കാര്യങ്ങളും ആണ് പലപ്പോഴും നടക്കാറുള്ളത് എന്നതിനൊരു തെളിവ് തന്നെയാണിത് കേട്ടോ. എന്താണെങ്കിലും ദിയയുടെ ഈ നിലപാടും സായി കൃഷ്ണയുടെ ഈ മറുപടിയും സ്നേഹയുടെ ഈ മറുപടിയും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അടുത്ത വീഡിയോയും വരാം. ടേക്ക് കെയർ.